ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ തന്നെ നമുക്കൊരു കുഞ്ഞു സോപ്പ് മേക്കിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. നമ്മുടെ മിൽട്ടൺ മിട്ടിയുടെ സോപ്പാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ 500 കിലോ ഒരു 450 അടുത്തും ബേസ് എടുത്തിട്ടുണ്ട്. ബേസ് നന്നായിട്ട് ഉരുക്കിക്കൊണ്ട് വന്നു. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പൗഡർ, അതായത് മുൾട്ടാൻ മിട്ടിയുടെ പൗഡർ ഒരു 5-6 ഗ്രാമോളം ചേർത്ത് 2 സ്പൂൺ ഗ്ലിസറിൻ ഈ സോപ്പിന് മാത്രം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, 500 ഗ്രാമിന് ശരിക്കും ഒരടപ്പ് മതി. പക്ഷേ ഞാൻ 2 അടപ്പ് ചേർക്കുന്നതിൻ്റെ കാരണം നമ്മുടെ മുൾട്ടാൻ മിട്ടി നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കും, നല്ല രീതിയിൽ വൈറ്റ് കളറ് തരും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ബ്യൂട്ടി തരുന്നൊരു പ്രോഡക്റ്റാണ്. പക്ഷെ നിങ്ങൾക്കത് നന്നായിട്ട് ഞാൻ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റാണ്. പക്ഷേ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇച്ചിരി ഗ്ലിസറിൻ കൂടുതൽ ആഡ് ചെയ്തിട്ട് ഈ സോപ്പ് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് അവർക്ക് സോപ്പ് കൊടുക്കാൻ പറ്റുമേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്കത് ആ മിക്സ് നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബേസ് പെട്ടെന്ന് കട്ടിയാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാനിത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഈ ബേസ് ഇന്ന് വരെ അങ്ങനെ എനിക്കൊരു സംഭവം വന്നിട്ടില്ല. പക്ഷേ ഇന്ന് എന്താണോ ഡയറക്റ്റ് നമ്മുടെ ആ ഒരു തണുത്ത തറയിലേക്ക് വെച്ചിട്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് ബേസ് കട്ടയായി കേട്ടോ. പിന്നെ തന്നെയല്ല, ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് സാധാരണ ബേസ് ഒരുക്കി എടുത്തുകൊണ്ട് വരിക. പക്ഷേ ഇന്ന് ഞാൻ മുൾട്ടാൻ മിട്ടിയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോഴത്തേനും ബേസ് പെട്ടെന്ന് കട്ടിയാവാൻ തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാം മുൻപിൻ്റെ നേരത്തെ തന്നെ എല്ലാം ശരിയാക്കി വെച്ച ശേഷം മാത്രമേ നിങ്ങൾ ബേസ് ഉരുക്കാൻ പോകാവുള്ളൂ. ബേസ് ഉരുക്കിയിട്ട് കൊണ്ടുവന്ന ശേഷം വേറൊന്നും ചെയ്യാൻ പോകരുത്, നേരെ മിക്സിങ് മാത്രമേ പോകാവുള്ളൂ. അപ്പോൾ നമ്മൾ ബേസിലേക്ക് നമ്മൾ മുൾട്ടാൻ മിട്ടിയും ഗ്ലിസറിനും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയ ശേഷം അതിനെ നമുക്ക് മോൾഡുകളിലേക്ക് മാറ്റുമല്ലോ കേട്ടോ. ഇതിനകത്തേക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഭയങ്കര സ്പീഡിൽ ഇളക്കണ്ട. ഞാൻ ഇതിനകത്ത് സ്പീഡിൽ ഇളക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത്ര സ്പീഡിൽ ഇളക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ശരിക്കും കട്ടയായി വന്നിട്ടുണ്ട്. അപ്പം അതിന് ഒരുപാട് ടൈം പുറത്ത് വെക്കാൻ നമുക്ക് പറ്റില്ല. പെട്ടെന്ന് നമ്മുടെ ബേസ് കട്ടയാവും. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അത് കട്ടയാവാൻ തുടങ്ങിയെന്ന് വിചാരിച്ചിട്ടും എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, സ്മെല്ല് ഞാൻ ഓൾറെഡി ചേർത്തു. പക്ഷേ സ്മെല്ല് ചേർക്കേണ്ടിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്മെല്ല് ചേർത്തിട്ട് നമ്മൾ വീണ്ടും ബേസ് ഉരുക്കാൻ പോയി കഴിഞ്ഞാൽ സ്മെല്ലിൻ്റെ ഇതങ്ങ് അടിച്ചു പോകും. അപ്പോൾ വൈറ്റമിൻ ഇ നമ്മൾ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ചേർത്തപ്പോഴാണ് പെട്ടെന്ന് കട്ടിയായെന്ന് മനസ്സിലായത്. ഉടനെ തന്നെ ഓടിപ്പോയി നമ്മൾ ബേസ് വീണ്ടും മെൽറ്റാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. മെൽറ്റാക്കിയ ശേഷം ഇനിയിപ്പോൾ സ്മെല്ലൊരു ശകലവും കൂടെ വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലൂടെ ആഡ് ചെയ്യാം. അപ്പം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കിയ ശേഷം അതിനെ നമ്മൾ മോൾഡുകളിലേക്ക് ഒഴിക്കുവാണ്. നമ്മുടെ സോപ്പ് മേക്കിംഗ് ഇത്രയും നേരം എടുക്കുന്നുള്ളൂ. നന്നായിട്ട് എല്ലാം സെറ്റാക്കി വെക്കുവാണെങ്കിൽ, അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് സോപ്പ് മേക്കിംഗ് ചെയ്യാൻ. അപ്പം നമ്മുടെ കുഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കുറച്ച് സമയം കൊണ്ട് ഞാൻ ഓർഡറുകൾ കളയാതെ ഇപ്പോഴും ഇതെൻ്റെ ഒരു പാഷനാണ്. അപ്പം നമുക്കതൊരു സൈഡ് ബിസിനസ്സുമാണ്, ഒപ്പം തന്നെ നല്ലൊരു പാഷനുമാണ്. പിന്നെ എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ്. ആ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ഇടാനും ചാനലുള്ളത് കൊണ്ട് നമ്മൾ അതിൽ യൂട്യൂബിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചാനൽ നല്ല മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. മോണിറ്റൈസ്ഡ് ആവാൻ തുടങ്ങുന്നു. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു വലിയ കൂട്ടായ പ്രവർത്തനമുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കണം. നല്ല രീതിയിൽ എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യണം, കാണണം. എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഇടവിട്ടെങ്കിലും ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. പുതിയ വീഡിയോസ് വരുമ്പോൾ കാണാനും, അത് ലോങ് ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അതെന്താണെന്നൊന്ന് അറിയാനും ഒക്കെ നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്കും ഇടാനുള്ള ഒരു താല്പര്യം കൂടും. വീഡിയോസ് ഇടാനും നമ്മുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടാനും ഒക്കെ നമുക്ക് സന്തോഷം വരും. ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സ് ഇടിഞ്ഞു പോകും. അപ്പം നിങ്ങളുടെ എല്ലാം ഒരു വലിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു സോപ്പ് മേക്കിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും ആയിരിക്കാം. എങ്കിലും ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും എന്നുള്ളൊരു ഒരു ദൃഢനിശ്ചയം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എത്ര രാത്രിക്ക് ചെയ്താലും ഞാനതിനെ വീഡിയോ എടുക്കും. അപ്ലോഡ് ചെയ്യാനുള്ള കിട്ടുന്ന ടൈമിൽ ഞാനത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. എനിക്കിന്ന് ടൈം വളരെ കുറവായിരുന്നു. എന്നാലും കിട്ടിയ ടൈമിൽ കുറച്ച് സമയമാണെങ്കിലും നമ്മളത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോപ്പ് മേക്കിംഗ് കഴിഞ്ഞ് 1 ഹവറിന് ശേഷം അതിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത്. കറക്റ്റ് പരുവത്തിന് നമുക്ക് സോപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡ് എഡ്ജൊക്കെ നല്ല വൃത്തിക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ റാപ്പ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ റാപ്പിങ്ങിൻ്റെ ടൈമാണ്. എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ റാപ്പ് ചെയ്ത് വൃത്തിയായിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുവാണ്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. എന്ത് സംശയം ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.